മരണത്തെക്കുറിച്ചുള്ള ബോധവും കാലത്തെക്കുറിച്ചുള്ള അഗാധമായ ബോധവും ഇദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. മനസ്സിപ്പോൾ എല്ലാത്തിനെയും വെറുക്കുകയാണ്. എല്ലാവിധ ലൗകിക സുഖങ്ങളെയും ഇദ്ദേഹം വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ വാസില. ഇതിന് എന്താണ് ഒരു പരിഹാരം? മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. അത് ഏത് നിമിഷം വേണമെങ്കിലും കടന്നു വരാം. നമ്മുടെ ശരീരം മാത്രമേ മണ്ണിലേക്ക് പോകുന്നുള്ളൂ. മനസ്സ്, ആത്മാവ് എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. മഹാവിസ്ഫോടനത്തിന് ശേഷം കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കോടാനുകോടി വർഷങ്ങൾ കഴിയാനിരിക്കുകയും ചെയ്യുന്നു. കാലത്തിന്റെ ഈ വിശാലതയിൽ നമ്മുടെ ആയുസ്സിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഒരു മുട്ടുസൂചി മുനിയേക്കാൾ ചെറുതാണ്. എന്നിട്ടും മനുഷ്യൻ പരക്കം പായുന്നു. ഭക്ഷണം, പാർപ്പിടം, സൗന്ദര്യം, പണം. ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അല്ല ഡോക്ടറെ, ഇതിപ്പോ ഇതിന് എന്താണ് ഒരു പരിഹാരം? ചികിത്സ എന്തെങ്കിലും പറയും? നീർക്കുമിളകളെന്നോ നീർപ്പോളയെന്നോ കേട്ടിട്ടുണ്ടോ? നീർനായാന്ന് കേട്ടിട്ടുണ്ട്. മനോഹരമാണത്. അത് വെള്ളത്തിൽ കൂടി ഒഴി നടക്കുമ്പോൾ എന്ത് സൗന്ദര്യമാണെന്നറിയാമോ? പക്ഷേ അതിന് ഒരു നിമിഷത്തെ ആയുസേ ഉള്ളൂ. പിന്നെയും അത് പൊങ്ങി വരുന്നു, പൊട്ടുന്നു. ഇത് തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയും. അല്ല, എന്റെ അളിയന്റെ ഈ അവസ്ഥയൊന്നും മാറ്റിക്കിട്ടാൻ എന്താണ് ഡോക്ടറെ ഞങ്ങൾ ചെയ്യേണ്ടത്? മരണചിന്ത മനുഷ്യനെ എല്ലാ ലൗകിക വൃത്തികേടുകളിൽ നിന്നും അകറ്റി നിർത്തുന്നു. അവനെ ഉയരങ്ങളിൽ എത്തിക്കുന്നു. മിസ്റ്റർ കനകൻ ഇപ്പോൾ ആ അവസ്ഥയിലാണ്. അല്ല ഡോക്ടറെ, ഈ ഉയരങ്ങളിൽ നിന്നൊന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റൂല നമുക്ക്? അതിന് വല്ല മരുന്ന് എന്തെങ്കിലും കൊടുക്കുമോ? മരുന്നോ? എന്ത് മരുന്ന്? അല്ല, ഗുളിക പോലത്തെ എന്തെങ്കിലും. ആർക്ക് ഗുളിക? എന്തിനു മരുന്ന് കൊടുക്കണം? എന്തിനാണ് ഈ ഗുളിക കൊടുക്കുന്നത്? മിസ്റ്റർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇദ്ദേഹം ഒരേ അസുഖത്തിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് 40 അസുഖമോടെ കൂടുകയാണ്. മരുന്ന് കഴിക്കരുത്. ഇദ്ദേഹത്തിന്റെ രക്തധമനികളെ ബാധിക്കും. ഇദ്ദേഹത്തിന് രക്തസമ്മർദ്ദം ഉണ്ടാക്കും. ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. ഇദ്ദേഹത്തിന് എല്ലുകളെ വരെ ബാധിക്കും. അതുകൊണ്ട് മിസ്റ്റർ കനകൻ യാതൊരു കാരണവശാലും മരുന്ന് കഴിക്കരുത്. കനകന് രോഗമുണ്ടെന്നോ ഇദ്ദേഹത്തെ രോഗിയാണെന്നോ വിളിക്കരുത്. ഇതൊരു തരം വിരക്തിയാണ്, ഒരു റിവൾഷൻ. അതെ ഡോക്ടറെ, എൻ്റെ അളിയനെ ഒന്ന് പെട്ടെന്ന് ചികിത്സിക്കും. നിങ്ങൾക്ക് ഫീസ് വല്ലതും വേണം, ഞാൻ കൂടുതൽ തരാം. ഫീസോ? ആർക്ക്? എനിക്കോ? എനിക്ക് ഫീസ് വേണ്ട. ആർത്തിയെ ത്യജിക്കുക എന്നുള്ളത് മഹാന്മാരുടെ ലക്ഷണങ്ങളാണ്. ശരീരം കേവലമായ ഒരു അലങ്കാര വസ്തുവാണ്, അല്ലേ ഡോക്ടറെ? കറക്റ്റ്. അതിലെ ചാർത്തലുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുമ്പോൾ ആത്മാവ് വിസ്മൃതിയിലേക്ക് അങ്ങനെ. വളരെ കറക്റ്റ് ഡോക്ടറെ. ഇങ്ങനെ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ അളിയൻ എന്താന്ന് വെച്ചാൽ ചെയ്യും. മരണം നമ്മുടെ കണ്ടനാളത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. നശ്വരമായ ജീവിതത്തിന്റെ. കറക്റ്റ് ഡോക്ടർ. ദേഹി യാഥാർത്ഥ്യമാണ്, ദേഹം മിഥ്യയും. ഇത് രണ്ടും വേർതിരിയുന്ന നിമിഷം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. എടാ, എന്തുവാടാ ഇത്? ഇയാൾ വലിയ സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മുഴുത്ത വട്ടാ. മിണ്ടാടാ, ഇനി അവനെവിടെ ഇരുത്തിയാണല്ലോ ഇവനും നല്ല മൂത്ത വട്ടാവും. എനിക്ക് മതി, കഴിക്കടാ. കുറച്ചു നേരം കൂടെ സംസാരിക്കും. മതി, നീ സംസാരിച്ചിടത്തോളം മതി. കൊണ്ടുപോകരുത് അദ്ദേഹത്തെ. ഞങ്ങൾ കൊണ്ടുപോവാ. കൊണ്ടുപോകരുത്. കുറച്ചു നേരം കൂടെ സംസാരിക്കും. സംസാരിച്ചത് കുറച്ച് ദിവസമായിട്ട് നീ ഇതൊക്കെ തന്നെയല്ലേ കുറെ ദിവസമായിട്ട് സംസാരിക്കുന്നത്. വിഷമിച്ചിട്ട് കാര്യമില്ല. വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. ഏറ്റവും നല്ല സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊണ്ടുപോയി കാണിച്ചേ. അവിടെ ചെന്നപ്പോൾ അളിയനേക്കാളും മുഴുത്തവട്ട അയാൾക്ക്. എന്തോ ചെയ്യാനാ പിന്നെ? അപ്പൊ ആ വഴി അടഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. ഞാൻ വേളാങ്കണ്ണി മാതാവിന് നേർച്ച നേർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അളിയനിപ്പോൾ സന്യസിക്കണം എന്നുള്ള ഒറ്റ തോന്നലാണ്. എനിക്ക് തോന്നുന്നു ഹിമാലയത്തിൽ എങ്ങാനും കൊണ്ടുപോയി തുറന്നു വിടാം. ഇവനെ കൊണ്ട് ഞാൻ. എടാ, നീ എന്തിനാടാ ഇന്നലെ ഒരു നേഴ്സിനെയും കൊണ്ടുവന്ന് അവന്റെ ചോര കുത്തി എടുത്തോണ്ട് പോയത്? അത് തന്നെ, എല്ലാരും കൂടി വരിഞ്ഞു കെട്ടിയ ഏട്ടന്റെ ചോര കുത്തിയത്. ഞാനേ ഇത് വെച്ചൊരു കളി കളിക്കാൻ പോവാ. എന്തോന്ന്? ഉഷ്ണം ഉഷ്ണേനെ ശാന്തി എന്ന് കേട്ടിട്ടുണ്ടോ? മരണഭയത്തെ മരണഭയം കൊണ്ട് നേരിടുക. അമ്മാവ വെറുതെ മെനക്കെടണ്ട, കുറെ ഉഷ്ണം എടുത്ത് ചാവോ, അത്രേ ഉള്ളൂ. എടാ, ഇന്നേ വരെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് നീ കൂട്ടുന്നുണ്ടോ? അപ്പടങ്കോലുണ്ട്.
എടാ ഈ കനയൻ നിന്റെ അളിയനും ശത്രുവൊക്കെ ആവണ എന്റെ മുമ്പ് ആത്മാർത്ഥ സുഹൃത്തായിരുന്നു, അത് നീ മറക്കണ്ട. നിങ്ങൾ ഇങ്ങനെ മത്സരിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു വഴി കാണും. കളിച്ച് കളിച്ച് കൊളാവാതിരുന്നാ മതി. കോളാവോ കരാവോ നമുക്ക് കണ്ടറിയാം. നിങ്ങൾ എല്ലാവരും ഞാൻ പറയണ പോലെ കേട്ട നന്ന് ഇന്ന് എന്റെ കൂടെ വാ. ഈ അമ്മാവനെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട സമയമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാം കൊളാക്കാനും ആവുമെങ്കിൽ നിങ്ങളെ ഞാൻ ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. പറഞ്ഞതുപോലെ അവള് ചെയ്യാം. വിഗ്രഹം എന്താടാ? അതെ, എന്താ ചേച്ചി നമ്മുടെ വീടിന് ഇങ്ങനെ പരീക്ഷണങ്ങള്? എനിക്കറിയില്ല. ദൈവം മേലക്ക് മേലെ നമ്മളെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇല്ലാത്ത പരീക്ഷണം തന്നെ എന്തായാലും. ഇന്നലെ എന്റെ ബ്ലഡ് എടുത്തുകൊണ്ടല്ലേ, അതിന്റെ റിസൾട്ട് വന്നേ. അയ്യോ, എന്താടാ? ജമന്തി, എന്ത് വന്നാലും നീ വേണം ധൈര്യം സംഭരിക്കാൻ. എന്താ അമ്മാവാ? ഈ ജീവിതം എന്ന് പറയുന്ന ഒന്നല്ലേ ഉള്ളൂ ചേച്ചി. അമ്മാവ എന്താന്ന് വെച്ചാ പറയാം അമ്മാവ. അത് കഴിയുന്നത്ര നമ്മള് ആസ്വദിക്കുക. അല്ല, പറയാണ്ടിരിക്കാനും പറ്റില്ല. എപ്പോഴായാലും കനകൻ അറിയണല്ലോ. ഇപ്പൊ എന്റെ ബ്ലഡ് പരിശോധിച്ചപ്പോഴേ ഇവന്റെ ബ്ലഡില് പറയാം അമ്മാവ അങ്ങോട്ട്. നമ്മുടെ കനകന് കനകന് ബ്ലഡ് ക്യാൻസർ. ഇവന് ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസർ ആണ്. അതല്ല ഞാനിങ്ങനെ റിസൾട്ട് ശരിയാണ് അമ്മാവ. പിന്നല്ലാതെ കണ്ടോ? എന്താ മാവ? എനിക്കെന്താ പാവം കണ്ടോ? എനിക്കെന്താ എന്റെ കനകൻ അമ്മാവന് വരെ തിരിച്ചറിഞ്ഞു. അല്ല, അവനത് അറിയണം. എനിക്ക് ക്യാൻസർ ആണെങ്കിൽ പേടിക്കണ്ട, ഞാൻ ആരുണ്ടാ ഓടി. അമ്മ അമ്മ എന്റെ മോനൊന്നുമില്ല. അളിയാ അളിയാ, എനിക്ക് ആശുപത്രി പോണം. അളിയാ, അതെ, ആശുപത്രി എനിക്ക് ആശുപത്രി പോണം. ഞാൻ കൊണ്ടോ, എനിക്ക് മരിക്കണ്ട. ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ഇത് വേണ്ട, മരുന്ന് കഴിക്കാം, മരുന്ന് കഴിക്കാം. അല്ലേ, ആദ്യം നേരത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരം ഇങ്ങനെ ഉറച്ചു നിർത്തണം. അപ്പോഴേ നമുക്ക് അസുഖം ബാധിക്കാണ്ടിരിക്കും. ഇതിപ്പോ തുടക്കം മാത്രം, ചികിത്സിച്ചാൽ മാറുമെന്ന ഡോക്ടർ അളിയാ, അളിയൻ പോയി കുളിച്ച് വൃത്തിയായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അളിയനെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകും. പോവാ നമുക്ക്. എന്നാലും എന്റെ അളിയൻ ഈ ഗതി വന്നല്ലോ. അഭിനയിച്ചതല്ലടാ, കേട്ട വഴിക്ക് അവൻ കണ്ട അമ്മാമ അടിയാന്നൊക്കെ വിളിച്ചത്. ചുമ്മായിരുന്ന പിന്നെ എന്നാ പിന്നെ എന്നോടൊരു വാക്ക് പറയണ്ടേ? പറഞ്ഞത് എന്താ? ഒരു ക്ലൂ തരണ്ടേ അമ്മാവ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാൻ പേടിച്ചു പോയി. പിന്നെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് കൊളാക്കിയാനെ. അവന്റെ മനസ്സ് പറഞ്ഞതിനൊപ്പം ചെല്ലേ. എന്തായാലും മനസ്സ് പറയല്ലോ, ഒരു ഐഡിയ ഒരു സംഭവം തന്നെ കേട്ടാ. മക്കളെ ചെല്ല. അപ്പൊ ഇനിയിപ്പോ ആശുപത്രി കൊണ്ട് വേണ്ടല്ലേ?